ഹലോ ഡിയേഴ്സ്, ജോബ് പോക്കറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിലവിൽ യുഎയിലുള്ളവർക്കുള്ള ജോബ് വാക്കൻസീസുമായിട്ടാണ്. വിസിറ്റേഴ്സിലൊക്കെ വന്ന് ജോലി നോക്കുന്നവർക്ക് നല്ല നല്ല ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ വാക്കൻസീസും മറ്റും അറിയണമെങ്കിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഡിയേഴ്സ്, ഇനി നമുക്ക് വാക്കൻസീസിലേക്ക് കടക്കാം. ഞാൻ ഇവിടെ ആദ്യം പറയുന്നത് വാക്കിൻ ഇന്റർവ്യൂസ് ആണ്. ഇന്നത്തെ ആദ്യത്തെ വാക്കിൻ ഇന്റർവ്യൂ വന്നിട്ടുള്ളത് ഡെൽസ്കോ കമ്പനിയിലേക്കുള്ളതാണ്. അവിടേക്ക് അവർ ഹയർ ചെയ്യുന്നത് ഹെവി ഡ്യൂട്ടി ഡ്രൈവേഴ്സിനെയും അതുപോലെ തന്നെ ഡ്രൈവർ 3 ടൺ പിക്കപ്പ് ലൈറ്റ് ഡ്യൂട്ടി ഡ്രൈവേഴ്സിനെയും ഹെവി ഡ്യൂട്ടി ട്രെയിലർ ഡ്രൈവേഴ്സിനെയുമാണ്. ഇതിൽ ആദ്യത്തെ ഹെവി ഡ്യൂട്ടി ഡ്രൈവേഴ്സിന് നിർബന്ധമായിട്ടും ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം. കൂടാതെ അവർക്ക് 3 years ഓഫ് എക്സ്പീരിയൻസ് ഈ ഒരു ഹെവി ട്രക്കിലോ അല്ലെങ്കിൽ ഹെവി ഡ്യൂട്ടി വെഹിക്കിളിലോ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 3 years ഓൾഡ് ലൈസൻസ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് 25 മുതൽ 38 വയസ്സ് വരെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഡ്രൈവർ 3 ടൺ പിക്കപ്പ് ലൈറ്റ് ഡ്യൂട്ടി ഡ്രൈവേഴ്സിനും ഹെവി ഡ്യൂട്ടി ട്രെയിലർ ഡ്രൈവേഴ്സിനും വേണ്ടിയിട്ടുള്ള റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് അവർക്ക് നിർബന്ധമായിട്ടും ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഹെവി ഡ്യൂട്ടി ഡ്രൈവേഴ്സിന് വേണ്ടിയിട്ട് മിനിമം 3 years ഓഫ് എക്സ്പീരിയൻസ് അവർക്ക് ഹെവി ടാങ്കറിലോ അല്ലെങ്കിൽ ട്രെയിലർ ഡ്രൈവിംഗിലോ ഉണ്ടായിരിക്കണം. അത് 3 years ഓൾഡ് എക്സ്പീരിയൻസ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവേഴ്സിനാണെങ്കിൽ അവർക്ക് ഇതുപോലെ തന്നെ 3 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 3 ടൺ പിക്കപ്പ് യുഎയിലുള്ളതായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ 3 years ഓൾഡ് ലൈസൻസും ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് വേണ്ട പ്രായപരിധി എന്ന് പറയുന്നത് 25 to 40 years ആണ് കേട്ടോ. അപ്പൊ അതുകൂടെ ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ ഈ ഒരു ജോബിന് വേണ്ടിയിട്ട് എലിജിബിൾ ആണെങ്കിൽ ഈ വരുന്ന ഫെബ്രുവരി 7 ഇന്റർവ്യൂ നടക്കുന്നത്. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ഇന്റർവ്യൂ ടൈം ആയിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ലൊക്കേഷൻ വന്നിട്ടുള്ളത് ഡെൽസ്കോ വില്ലേജ് ഇവന്റ്സ് അറേന അൽക്വാസ് ഇൻഡസ്ട്രിയൽ ഏരിയ ഫോർ ദുബായ് ആണ്. അടുത്ത വാക്കിൻ ഇന്റർവ്യൂ വന്നിട്ടുള്ളത് എക്കോ ഡ്രൈവിലേക്കുള്ളതാണ്. അവിടേക്ക് അവർ ഹയർ ചെയ്യുന്നത് ഡ്രൈവർ ഇൻസ്ട്രക്ടേഴ്സിനെയാണ്. ഇവർക്ക് വേണ്ട എലിജിബിൾ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 3 years ഓൾഡ് ലൈറ്റ് വെഹിക്കിൾ മാനുവൽ ട്രാൻസ്മിഷൻ ഡ്രൈവിംഗ് ലൈസൻസ്, അതും ദുബായിൽ ഇഷ്യൂ ചെയ്തതായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ അവർക്ക് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റഡ് ബൈ മോഫ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല പെട്ടെന്ന് ജോയിൻ ചെയ്യാനായിട്ടുള്ള ആളുകളായിരിക്കണം. ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇംഗ്ലീഷിൽ ഉണ്ടായിരിക്കുകയും വേണം. ഇവർക്ക് വേണ്ട ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് 25 years to 40 years ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ഒരു ജോബിന് വേണ്ടിയിട്ട് എലിജിബിൾ ആണെങ്കിൽ ഇന്റർവ്യൂ നടക്കുന്നത് എന്ന് പറയുന്നത് ഈ വരുന്ന 8-നും 9-നുമാണ്. അതായത് ഫെബ്രുവരി 8-നും 9-നുമാണ് ഇന്റർവ്യൂ നടക്കുന്നത്. രാവിലെ 9 മുതൽ വൈകിട്ട് 4 മണി വരെയാണ് ഇന്റർവ്യൂ ടൈം ആയിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ലൊക്കേഷൻ വന്നിട്ടുള്ളത് എക്കോ ഡ്രൈവ് മെയിൻ ഓഫീസ് ദുബായ് ഇൻഡസ്ട്രിയൽ സിറ്റി ദുബായ് ആണ്. നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ അപ്ഡേറ്റഡ് CV, പാസ്പോർട്ട് കോപ്പി, വിസ കോപ്പി, അറ്റസ്റ്റഡ് എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് ആൻഡ് ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങളുടെ കയ്യിൽ കരുതേണ്ടതാണ്. അടുത്ത വാക്കിൻ ഇന്റർവ്യൂ വന്നിട്ടുള്ളത് എമിറേറ്റ്സ് പാർക്ക് സൂ ആൻഡ് റിസോർട്ടിലേക്കുള്ളതാണ്. അവിടേക്ക് അവർ ഹയർ ചെയ്യുന്നത് ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ, റൂം അറ്റൻഡന്റ്, ബാരിസ്റ്റ, പർച്ചേസ് റിസീവിംഗ് ക്ലർക്ക്, പെറ്റ് ഗ്രൂമർ, സെക്യൂരിറ്റി ഗാർഡ്, അനിമൽ കീപ്പർ എന്നീ പോസ്റ്റുകളിലേക്കാണ്. ഇതിൽ അനിമൽ കീപ്പേഴ്സിനോട് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കംഫർട്ടബിൾ കാഷ്വൽ അറ്റയർ ആയിരിക്കണം എന്നുള്ളത്. കാരണം അവർക്ക് പ്രാക്ടിക്കൽ സെഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കാഷ്വൽ ഡ്രസ്സ് ധരിച്ചിട്ട് വേണം നിങ്ങൾ പോവേണ്ടത് കേട്ടോ. ഇവർക്ക് വേണ്ട റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് അവർക്ക് അബുദാബിയിലേക്ക് റീലൊക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ആളുകളായിരിക്കണം, അതിന് വില്ലിംഗ് ആയിട്ടുള്ള ആളുകളായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ അവർക്ക് ഇംഗ്ലീഷ് നോളജ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. മിനിമം 1 years എക്സ്പീരിയൻസ് അവർക്ക് റെലവന്റ് ഫീൽഡിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ജോബിന് വേണ്ടിയിട്ട് എലിജിബിൾ ആണെങ്കിൽ ഈ വരുന്ന ഫെബ്രുവരി 10 ഇന്റർവ്യൂ നടക്കുന്നത്. രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഇന്റർവ്യൂ ടൈം ആയിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നിങ്ങളുടെ ഡോക്യുമെന്റ്സും അതുപോലെ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റഡ് CVയും കയ്യിൽ കരുതേണ്ടതാണ്. ഇതിന്റെ ലൊക്കേഷൻ വന്നിട്ടുള്ളത് എമിറേറ്റ്സ് പാർക്ക് സൂ ആൻഡ് റിസോർട്ട് അബുദാബി ആണ് കേട്ടോ. ഇനി പറയുന്നത് ഇന്നത്തെ അവസാനത്തെ വാക്കൻസിയാണ്. ക്യാമൽ ഡെലിവറിയിലേക്കാണ് അവർ ഹയർ ചെയ്യുന്നത്. അവിടേക്ക് അവർ ഹയർ ചെയ്യുന്നത് കസ്റ്റമർ സർവീസ് റെപ്രസെന്റേറ്റീവിനെയാണ്. ഇതിന് വേണ്ടിയിട്ട് എല്ലാ നാഷണാലിറ്റീസിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ജോബിന് വേണ്ടിയിട്ട് എലിജിബിൾ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റെസ്യൂം നിങ്ങൾക്ക് hr@camelDelivery.ae എന്ന മെയിലിലേക്ക് നിങ്ങളുടെ റെസ്യൂം നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഡിയേഴ്സ്, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും പുതിയ ദുബായ് ജോബ് വാക്കൻസീസ് ആണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കമ്പനി റിക്രൂട്ട് ചെയ്യുന്ന ഫ്രീ ആൻഡ് ഡയറക്റ്റ് റിക്രൂട്ട്സ് ആണ് ഇത്. അതുകൊണ്ട് തന്നെ ഒരു രൂപ പോലും ചിലവില്ലാണ്ട് നിങ്ങൾക്ക് ഈ വാക്കൻസികൾക്ക് എല്ലാം തന്നെ ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ ചാനലിൽ വരുന്ന ഏത് വാക്കൻസികൾക്കാണെങ്കിലും ആരെങ്കിലും പണം ആവശ്യപ്പെട്ടാൽ നിങ്ങൾ പണം നൽകാൻ പാടുള്ളതല്ല. അടുത്ത അവസരത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുക. ആരെങ്കിലും പണമിടപാട് നടത്തിയാൽ ഈ ചാനൽ ഉത്തരവാദിയല്ല.
പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം തന്നെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ്. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ഡിയേഴ്സ്. ബൈ.